കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പീഡാനുഭവ ചിന്തകളിലൂടെ നോമ്പ് ആചരണത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ. നവീകരണത്തിനായിട്ടുള്ള ആഹ്വാനങ്ങളുമൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് ഈ ആരാധന മണിക്കൂർ ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശക്തി എന്നെ
ഏത് ദുരന്തത്തെയും മറികടക്കുന്ന ആത്മീയ ഉണർവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബഥാനിയയിലെ ലാസറിൻ്റെ ഉയർപ്പ്. സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിതയാത്രയിൽ തെളിമയോടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബഥാനിയ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണവും ഉയർപ്പുമായി ബന്ധപ്പെട്ടാണ് ബഥാനിയ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതൽ ദീപ്തമാകുന്നത്. ബഥാനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദുരിതങ്ങളുടെ ഭവനം എന്നാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന ഈ സംഭവത്തിൽ ബഥാനിയ ദുരന്തത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ദുരന്തത്തെയും മറികടക്കുന്ന അത്ഭുതത്തിൻ്റെ സ്ഥലമാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന സംഭവം നടക്കുന്നത് ഇവിടെയാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു. മരണത്തിൻ്റെ ഇരുളിൽ നിന്ന് ഉയർപ്പിൻ്റെ വെളിച്ചത്തിലേക്ക് യേശു ലാസറിനെ നയിക്കുകയാണ്. ലാസറിനെ മാത്രമല്ല, ഇരുളിൽ കഴിയുന്ന എല്ലാവരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ദുരിതങ്ങളുടെ ഭവനത്തെ അവിടുന്ന് ആനന്ദത്തിൻ്റെ ഭവനമാക്കുന്നു. ഏതു ദുരന്തത്തെയും ആനന്ദമാക്കുന്നവൻ അവനാണെന്ന തിരിച്ചറിവ് നമ്മളെയും കൂടുതൽ കരുത്തുള്ളവരാക്കും എന്നത് തീർച്ചയാണ്. ആനന്ദ ഭവനത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് ദുരിതങ്ങളുടെ ഭവനത്തിൽ കഴിയുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പീഡാനുഭവത്തിലേക്ക് നടന്നെടുക്കുന്ന ക്രിസ്തുവിന് ആ ബലം ആവശ്യമായിരുന്നു. കാരണം കുരിശിൽ മരണപ്പെടും ഉറപ്പുള്ളവന് നിന്നെ ഞാൻ ഉയർപ്പിക്കും എന്ന് പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉറപ്പ് നൽകുന്ന ആത്മവിശ്വാസം അപാരമാണ്. ബഥാനിയ ക്രിസ്തുവിനെ എന്നതുപോലെ നമുക്കും നൽകുന്ന ഒരു ബലമുണ്ട്. ദുരിതങ്ങൾക്കും വേദനകൾക്കും അപ്പുറം സന്തോഷത്തിൻ്റെ പച്ചത്തുരുത്തുകൾ ഉണ്ടെന്നും മരണത്തിനപ്പുറം പുതുജീവിതത്തിൻ്റെ വസന്തമുണ്ടെന്നുമുള്ള ഒരു ബലം. സങ്കടങ്ങളിൽ ക്രിസ്തു വരുമെന്നും അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദുരിതങ്ങളുടെ ഭവനം എന്നറിയപ്പെടുന്ന ബഥാനിയ നൽകുന്നത്. പീഡാനുഭവങ്ങളെയും ദുരിതങ്ങളെയും മരണത്തെ പോലും മറികടക്കുന്നവൻ നിന്റെയും എൻ്റെയും ഒക്കെ ജീവിതത്തിലേക്ക് വരുമെന്ന തിരിച്ചറിവ് സങ്കടങ്ങളിൽ തളരാതിരിക്കാനുള്ള ബലമാണ്. ക്രിസ്തുവിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന പീഡാനുഭവങ്ങളുടെ ജെറൂസലേമിലേക്ക് അവൻ പോകുന്നത് ബഥാനിയ വഴിയാണ്. ദുരിതങ്ങളുടെ ഭവനത്തെ പുതുജീവൻ്റെ ഭവനമാക്കാൻ അവന് കഴിയും. നമ്മുടെ ദുരിതങ്ങളുടെ ഭവനങ്ങളിലൂടെയും ക്രിസ്തു യാത്ര ചെയ്യുന്നുണ്ട്. അവന് ഒരുക്കപ്പെട്ടിരിക്കുന്ന പീഡാനുഭവങ്ങളുടെ ജെറൂസലേമിലേക്കും പിന്നെ അവിടുന്ന് ഉത്ഥാനത്തിലേക്കും. നമ്മുടെയും വഴി അതാണ്. ക്രിസ്തുവിനോടൊപ്പം പീഡാനുഭവത്തിലൂടെ കുരിശിലേക്കും പിന്നെ അവനോടൊപ്പം ഉത്ഥാനത്തിലേക്കും.
ആത്മീയ മൽപ്പിടുത്തങ്ങളിൽ വിജയിക്കാൻ ഗെസ്സമേൻ്റെ നിശബ്ദത തേടണം. ഗെസ്സമേനി ഏകാന്തതയുടെയും മൗനത്തിൻ്റെയും ഏകാഗ്രതയുടെയും ഭീതിയുടെയും സ്ഥലമാണ്. അവിടെ ഇരുന്നു കൊണ്ട് യേശു തൻ്റെ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായം 39-ാം തിരുവചനം. ഒരേ സമയം മനുഷ്യപുത്രനും ദൈവപുത്രനുമായി ഈ ലോകത്തിൽ ജീവിച്ച ഈശോ മിശിഹായെ നമുക്ക് ധ്യാനിക്കാം. മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഈശോ നമ്മെയെല്ലാം പോലെ ഒരു മനുഷ്യനാണ്. മരണത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുക എന്നത് എല്ലാ ജീവികൾക്കും സഹജമാണ്. അത് യേശു എന്ന മനുഷ്യനിലും കാണുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ജനന മരണങ്ങളെ സത്യമായി അംഗീകരിക്കേണ്ടവരാണ് നാം എന്ന സത്യം മറക്കാതെ സൂക്ഷിക്കാം നമുക്ക്. ദൈവരഹസ്യമറിഞ്ഞ് ദൈവപുത്രൻ എന്ന നിലയിലാണ് യേശു പറയുന്നത്: എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അവിടെയാണ് ഒരു ക്രൈസ്തവൻ യേശുവിനെ ദർശിക്കേണ്ടത്. ഈ ഒരു ദർശന ഭാഗ്യം ഉണർന്നു കിട്ടേണ്ട അവസരം വന്നപ്പോഴാണ് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയത്. നമ്മുടെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ. അലസനിദ്രയിലാണ് നമ്മൾ. ആയതിനാൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഈ തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടല്ലേ ക്രൈസ്തവരായ നാമും സഭയും ചിലപ്പോഴെങ്കിലും ക്രിസ്തു ചൈതന്യം നഷ്ടപ്പെട്ട വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി മാറിപ്പോകുന്നത്. നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ മറന്നുപോകും. മാത്രമല്ല സ്വന്തം ഇഷ്ടം നടത്തിക്കിട്ടാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉതിർക്കുകയും ചെയ്യും. മാനുഷികതയിൽ നിന്ന് ദൈവഗതിയിലേക്ക് വളരാത്തിടത്തോളം കാലം ദുർബലവും അനിത്യവും അസ്ഥിരവുമായ ശരീരത്തിൻ്റെ വശത്തേക്ക് നമ്മൾ വിധേയരായി പോകും. അങ്ങനെയൊന്ന് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന ശരീരം ദുർബലമാണെങ്കിലും പ്രലോഭനങ്ങൾക്ക് അതീതമായ ആത്മാവ് സന്നദ്ധമാണെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് മാനുഷികതയും ദൈവികതയും നിന്നിലുണ്ടെന്ന സത്യം എന്നും ഓർമ്മിക്കാം. പരീക്ഷണങ്ങളും ഒരുക്കപ്പെടലുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ്. പീഡാനുഭവങ്ങളുടെ ജെറൂസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് ബഥാനിയ അനുഭവവും ഗെസ്സമേനി അനുഭവമൊക്കെ നമ്മളുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്കും സ്വർഗീയ മഹത്വത്തിലേക്കും കണ്ണു നട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. വിശുദ്ധരായ ആളുകളൊക്കെയും സ്വർഗം നോക്കി സഞ്ചരിച്ചവരാണല്ലോ. അതുകൊണ്ട് ഈ ഭൂമിയിലെ വിഷമതകളും സങ്കടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊന്നും അവരുടെ മനസ്സിനെ തളർത്തിയില്ല. വഴിതെറ്റാതെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ചരിക്കാനായി അവർക്കൊക്കെ കഴിഞ്ഞു. നമുക്കും അതിന് ഇടയായി തീരട്ടെ. നമ്മുടെയും പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നതിന് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന
യേശുനായക നെഞ്ചുരൽ താരയായി തീർത്തിടാൻ എന്റെ ലോകപാലക നെഞ്ചുരൽ താരയായി തീർത്തിടാൻ എന്റെ ലോകപാലക നെഞ്ചുരൽ താരയായി തീർത്തിടാൻ എന്റെ ലോകപാലക പാപികളായി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാനയിൽ സന്നിധി ചെയ്യുന്ന പരിശുദ്ധനും പരമകാരുണികനുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ഏറെ സ്നേഹത്തോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയെ വിനയപൂർവ്വം ഞങ്ങൾ ആരാധിക്കുന്നു.
അപ്പത്തിൻ്റെ സ്വാദൃശ്യത്തിന് കീഴിൽ സന്നിധി ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് അജ്ഞാതമായത് പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് ഇല്ലാത്തത് തരണമേ. ഞങ്ങളിൽ മലിനമായത് ശുദ്ധിയാക്കണമേ. ഞങ്ങളുടെ ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ സ്വീകരിച്ച് പരമപിതാവിന് പ്രീതികരമായ വിധം സമർപ്പിക്കണമേ. നിങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളുമെല്ലാം എൻ്റെ മേൽ ചുമത്തപ്പെടുമെന്ന് യിസ്യാസ് പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഈ വചനങ്ങൾ മിശിഹായിൽ നിറവേറുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. മനുഷ്യപാപങ്ങൾ അവിടുത്തേതല്ല, എങ്കിലും അവിടുന്ന് അത് ചുമന്നു. അവിടുന്ന് അനുഭവിച്ച പീഡകളെപ്പറ്റി ഓർക്കുമ്പോൾ ഹൃദയം സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. കർത്താവേ, അങ്ങ് എത്ര ശാന്തമായിട്ടാണ് അവയെല്ലാം ഏറ്റെടുത്തത്. അങ്ങ് കുരിശുമരണത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ മുഖം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ രക്ഷ അതായിരുന്നു അവിടുത്തെ ലക്ഷ്യം, പ്രതീക്ഷ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് മരണകരമായി വേദന അനുഭവിച്ചപ്പോഴാണല്ലോ പ്രാർത്ഥിക്കാനായി തോട്ടത്തിൽ പ്രവേശിച്ചതും. പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ, ആലോചനയിൽ അവിടുന്ന് ആയിരുന്നു. പിതാവിൻ്റെ തിരുഹിതം ഓരോ നിമിഷവും അന്വേഷിച്ചറിഞ്ഞ് അത് എത്ര ക്ലേശകരമായതാണെങ്കിലും അവയെ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് ഉത്സാഹിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ കഴിയത്തക്ക വിധം അങ്ങ് എല്ലാറ്റിനെയും പിതാവിൻ്റെ പരിപാലനയ്ക്ക്, പിതാവിൻ്റെ ഇഷ്ടത്തിന്, പിതാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. ഈ വിട്ടുകൊടുക്കലാണ് കർത്താവെ പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നെ സഹായിക്കണമേ. അവിടുത്തെ പരിപാലനയുടെ കരം നീട്ടണമേ. ഈ ലോക ജീവിതം നിത്യവസതിയല്ല എന്നും നിത്യതയിലേക്കുള്ള യാത്രയിൽ അനുഭവപ്പെടുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളുമൊക്കെ നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ടുകളാണെന്നുമുള്ള തിരിച്ചറിവ് എനിക്ക് തരണമേ. നല്ല കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഈ തിരുമണിക്കൂർ സമയത്ത് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും അറിവില്ലാത്തവരായി ഞങ്ങളെ അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ പിതാവിന് സ്വീകാര്യമാം വിധമുള്ള കാഴ്ചയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം തന്നെയായ ഈശോയെ, ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് സ്വയം ശൂന്യനാക്കി അവിടുന്ന് ഇല്ലായ്മയുടെ, ശൂന്യതയുടെ, ശൂന്യവൽക്കരണത്തിൻ്റെ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു. ഈ വാക്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ബെർണാർഡ് പറയുന്നു, അനുസരിക്കാൻ വേണ്ടി ദാസൻ്റെ രൂപം മാത്രമല്ല, മർദ്ദിക്കപ്പെടാൻ വേണ്ടി അടിമയുടെ രൂപം പോലും അവൻ സ്വീകരിച്ചു എന്ന്. സർവത്തിൻ്റെയും നാഥനായ ഞങ്ങളുടെ രക്ഷിതാവേ, ഒരു ദാസൻ്റെ സ്ഥിതി സ്വീകരിക്കാൻ മാത്രമല്ല അവിടുന്ന് ഇച്ഛിച്ചത്, ഒരു കുറ്റവാളിയായി ശിക്ഷിക്കപ്പെടേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുന്നതിനും അവിടുന്ന് സ്വയം വിട്ടുകൊടുത്തു. ഈശോയെ, അവിടുത്തെ മരണം ത്വരിതപ്പെടുത്താൻ തീർച്ചയായും ചാട്ടവാറുകൊണ്ടുള്ള ദണ്ഡനം കാരണമായി തീർന്നു. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, ലൂക്ക 22:20 എന്ന പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരം പോലെ യേശുവേ, അവിടുത്തെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഓരോ ദണ്ഡനവും രക്തസ്രാവത്തിൻ്റെ ഉറവക്കണ്ണുകളായി ഭവിച്ചു. രക്തം ചിന്തിയാണ് അവിടുന്ന് മരിച്ചത്. യേശുവേ, രക്തം കൊണ്ട് ആദ്യം നനയുന്നത് ഗെത്സമേനിയാണ്. പിന്നീട് മുൾക്കിരീടം മെണഞ്ഞ് അണിയിച്ചപ്പോഴും രക്തം ചിന്തപ്പെട്ടു. കരചരണങ്ങളിലെ തിരുമുറിവുകളെല്ലാം രക്തമൊഴുക്കി. എങ്കിലും ഏറ്റവും കൂടുതൽ രക്തം ചിന്തപ്പെട്ടത് ചാട്ടവാറടി ഏറ്റപ്പോഴാണ്.
ഓരോ ദണ്ഡനവും അപമാനത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും മുറിപ്പാടുകൾ സൃഷ്ടിച്ചു. അടിമകളുടെ അവകാശമാണല്ലോ ചാട്ടവാറടി. ഇക്കാരണത്താൽ രക്തസാക്ഷികളെ മരണത്തിന് വിധിച്ച സ്വേച്ഛാധിപതികൾ അവരെ വധിക്കുന്നതിന് മുമ്പ് ദണ്ഡിപ്പിക്കുമായിരുന്നല്ലോ. എന്നാൽ കർത്താവെ അവിടുത്തെ മരണത്തിന് വിധിക്കുന്നതിന് മുൻപാണ് ദണ്ഡനമേൽപ്പിച്ചത്. ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെ പ്രവചിച്ചു: അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 20:19. അങ്ങനെ ഈ പീഡനങ്ങളെക്കുറിച്ചുള്ള തൻ്റെ തീവ്രമായ മാനസിക വ്യഥ ഈശോയെ അവിടുന്ന് ശിഷ്യന്മാരോട് പങ്കുവെച്ചു. വിശുദ്ധ ബ്രിജിറ്റിനുണ്ടായ ദണ്ഡന വെളിപാടിൽ ഇങ്ങനെ കാണുന്നു: ആരാച്ചാരന്മാരിൽ ഒരുവൻ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റാൻ യേശുവിനോട് ആജ്ഞാപിച്ചു. ഈശോ അതനുസരിച്ചു. ബന്ധിക്കപ്പെടേണ്ടിയിരുന്ന സ്തൂപത്തെ ആശ്ലേഷിച്ചു നിൽക്കുകയും ചെയ്തു. അപ്പോൾ ശരീരം മുഴുവൻ ഛിന്നഭിന്നമാകുവോളം നിർദ്ദയമായി അവർ മർദ്ദിച്ചു. ചമ്മട്ടികൾ കൊണ്ടുള്ള പ്രഹരം മാത്രമായിരുന്നില്ല, യേശുവിൻ്റെ ശരീരം ഉഴുതുമറിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ഈ വെളിപാട്. വാരിയെല്ലുകൾ പുറത്തു കാണപ്പെടുവോളം അവൻ കീറി മുറിക്കപ്പെട്ടു. ഈ ദൃശ്യങ്ങളെ അനുകൂലിച്ച് വിശുദ്ധ ജെറോം ഇപ്രകാരം എഴുതുന്നു: ദൈവത്തിൻ്റെ പരിശുദ്ധ ശരീരം ചമ്മട്ടികൾ കൊണ്ട് മുറിക്കപ്പെട്ടു. വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു: അതിക്ഷീണം കൊണ്ട് തളർന്നു വീഴുവോളം ആരാച്ചാരന്മാർ യേശുവിനെ മർദ്ദിച്ചു. യേശയ്യായുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. യേശയ്യ 53:5 മുതലുള്ള വാക്യങ്ങൾ: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, ഛിന്ന ഭിന്നമാക്കപ്പെട്ടു, ഇടികല്ലിൽ പൊടിക്കപ്പെട്ടു. എൻ്റെ ഈശോയെ, എന്നെ കരുണയോടെ തൃക്കൺ പാർത്താലും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും.
എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാ ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാ ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. നൽകി മക്കളെ ധന്യരാക്കാൻ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ
അങ്ങയുടെ ഈ പീഡാസഹനങ്ങൾക്ക് കാരണം ഞാനാണല്ലോ. എൻ്റെ പാപങ്ങളാൽ ഞാൻ അങ്ങയെ പീഡിപ്പിച്ചുവല്ലോ. എന്നിൽ കനിവുണ്ടാകണമേ. ഓ എൻ്റെ സ്നേഹമുള്ള രക്ഷക, നിന്നെ സ്നേഹിക്കാൻ ഒരു ഹൃദയം വളരെ ചെറുതാണ് എൻ്റേത്. ഇനിമേൽ എനിക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്നേഹവും സർവസ്വവുമായ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആയതിനാൽ വിശുദ്ധ കാന്ത്രയിനെ പോലെ ഞാനും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓ സ്നേഹമേ, എൻ്റെ സ്നേഹനാഥ, ഇനി പാപങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. നിന്നെ ഇത്രത്തോളം സ്നേഹിച്ചതു മതി. ഇപ്പോൾ പൂർണ്ണമായും നിൻ്റേതായിരിക്കാൻ ഞാൻ ആശിക്കുന്നു. നിൻ്റെ കൃപയാൽ നിത്യമായി നിൻ്റേതായിരിക്കാൻ ഞാൻ ആശിക്കുന്നു. കരുണാമയനേ, എന്നെ കാക്കേണം. തളരാമൊഴിയാൽ നിന്നെ വാഴ്ത്തിയിടാം. ഒരു നാൾ മുകളിലേറ്റുന്നതും മറുനാൾ ചെളിമണ്ണിൽ താഴ്ത്തുന്നതും അറിവിൻ പൊരുളേ നിൻഹിതമല്ലേ. സദയം തരണേ നിത്യസൗഭാഗ്യം. കരുണാമയനേ, എന്നെ കാക്കേണം. തളരാമൊഴിയാൽ നിന്നെ വാഴ്ത്തിയിടാം. ഒരു നാൾ മുകളിലേറ്റുന്നതും മറുനാൾ ചെളിമണ്ണിൽ താഴ്ത്തുന്നതും അറിവിൻ പൊരുളേ നിൻഹിതമല്ലേ. സദയം തരണേ നിത്യസൗഭാഗ്യം. പല കാലമായി പലവിധ പാപം ചെയ്തു ഞാൻ. അറിവിൻ്റെ കൈവിരലെല്ലാം മായ്ക്കണേ. പാഴ്മണ്ണു ഞാൻ കലകിച്ചു നേടിയെങ്കിലും ആറടി മണ്ണു മാത്രം എന്നെ മൂടുവാൻ തിരുമുൾമുടിയും കണ്ണീർ കുരിശും പ്രിയമായി നീ തന്നെങ്കിൽ നെഞ്ചിൽ ചേർത്തിടാം. ഞാൻ നിന്നെ കുമ്പിടാം. കരുണാമയനേ, എന്നെ കാക്കേണം. തളരാമൊഴിയാൽ നിന്നെ വാഴ്ത്തിയിടാം. ഒരു നാൾ മുകളിലേറ്റുന്നതും മറുനാൾ ചെളിമണ്ണിൽ താഴ്ത്തുന്നതും അറിവിൻ പൊരുളേ നിൻഹിതമല്ലേ. സദയം തരണേ നിത്യസൗഭാഗ്യം. മരണങ്ങളിൽ അരികത്തു മക്കളെന്തിന്? മനസ്സിലെ ഉണ്ണിയേശു മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ
പണിയുന്ന സൗധമെന്തിന്? ദൈവമൊത്തു താമസിക്കാൻ സ്വർഗം പോകുമ്പോൾ കനിവിൻ കടലേ അഭയാത്രികളായി അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നിൽ ചേർക്കണേ, എന്നെ രക്ഷിക്കണമേ. കരുണാമയനേ എന്നെ കാക്കേണം, തളരാമൊഴിയാൽ നിന്നെ വാഴ്ത്തിയിടാം. ഒരു നാൾ മുകളിലേറ്റുന്നതും മറുനാൾ ചെളിമണ്ണിൽ താഴ്ത്തുന്നതും അറിവിൻ പൊരുളേ നിൻഹിതമല്ലേ. സദയം തരണേ നിത്യസൗഭാഗ്യം. കരുണാമയനേ എന്നെ കാക്കേണം, തളരാമൊഴിയാൽ നിന്നെ വാഴ്ത്തിയിടാം. ഒരു നാൾ മുകളിലേറ്റുന്നതും മറുനാൾ ചെളിമണ്ണിൽ താഴ്ത്തുന്നതും അറിവിൻ പൊരുളേ നിൻഹിതമല്ലേ. സദയം തരണേ നിത്യസൗഭാഗ്യം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമൊഴി നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യമിണം വാഴ്ത്തിടുവിൻ. ഭരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.